ഇവനെല്ലപ്പോൾ ആദ്യം എന്നെ പുറപ്പെടാൻ വിടും. എന്നിട്ട് ഞാൻ ഏത് കളർ ഡ്രസ്സായിട്ട് നോക്കും. എന്നിട്ട് അതേ കളർ ഡ്രസ്സ് തന്നെ ഇവനും എടുത്തിടും. നോക്ക്, ഇന്നതാ ഞാൻ വെള്ളം ഇട്ട് അതേപോലെ വെള്ളയും എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു. മറ്റൊരു കാര്യം. ഇപ്പൊ ഗൈസ്, ഞങ്ങൾ അന്നദാനത്തിന് പോവാണ് അമ്പലത്തിൽ. പോർക്കളം അല്ലേ, പോർക്കലിയിൽ അന്നദാനത്തിന് പോവാണ്. അന്നദാനത്തിന് പോവാന്നൊന്നും പറയല്ല, ഉത്സവത്തിന് പോകുന്ന ആള് പറയും ചോറുന്നാനായിട്ട് പോയി. ഉത്സവത്തിന് പോവാണ് ഗൈസ്. ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്തൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ അപ്ഡേറ്റഡ് ആണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിടുക. അധികം രാത്രിയുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പകലൊന്നും വീഡിയോസ് ഇല്ലെന്ന് ചിന്തിക്കാറുണ്ടാവൂലേ? എന്നാൽ അത് പകലുള്ള വീഡിയോസും ഇനി അങ്ങോട്ടുണ്ടായിരിക്കും. അവിടുന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടോ, നിങ്ങളെന്താ ഡ്രസ് കോഡാണോ? പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞങ്ങൾ ഏകദേശം ഒരേ കളറാണ് അധികം ഇടാറ്. എന്തായാലും ഇനി തൊട്ട് മാക്സിമം അങ്ങനെ ഇടാതിരിക്കാൻ ശ്രമിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ തെയ്യം തിറ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല. ഹസ്ബൻഡിനോട് ചോദിക്കാന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും ഒട്ടും അറിയില്ല. കുറച്ചു നേരം അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ കയറി തിരിച്ചു വരുമ്പോഴത്തേക്ക് ക്യൂ ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇവനോട് മര്യാദയ്ക്ക് കുറച്ചുകൂടി ചോറ് ഇടട്ടെ എന്ന് വിളമ്പെന്ന് അവർ ചോദിച്ചതാ. മര്യാദയ്ക്ക് അന്നേരം വാങ്ങിയാൽ മതി. ഇനി രണ്ടാമതും പോയി വാങ്ങിയ കല്യാണരാമനിൽ ഇന്നസെന്റിന്റെ ഡയലോഗ് കേൾക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. കേൾക്കാഞ്ഞത് ഇവന്റെ ഭാഗ്യം. അമ്പലത്തിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഇവന്റെ അച്ഛന്റെ വീട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെയും കൂടി കയറിയിട്ട് വരാമെന്ന് കരുതി. പുഴേന്റെ തൊട്ടടുത്തായിട്ടാട്ടോ വീട്. നല്ല ഒരു വൈബുള്ള ഒരു സ്ഥലം. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചും പോന്നു. ഇനി രാത്രി അമ്പലത്തിലേക്ക് പോകണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് വീഡിയോസ് കാണുന്നതും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. സന്തോഷം.